വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഗൗതം അദാനി ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ നമുക്ക് കാണാം. സംസ്ഥാന മന്ത്രിമാർ, എംപിമാർ ഉൾപ്പെടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സ്ഥലം MLA M വിൻസെന്റ്, ജോൺ ബ്രിട്ടാസ്, ശശി തരൂർ തുടങ്ങി ജനപ്രതിനിധികളെയും നമുക്ക് വേദിയിൽ കാണാം. ഇപ്പോൾ ഗൗതം അദാനിയാണ് വേദിയിലേക്ക് എത്തിയ എല്ലാവർക്കും ഹസ്തദാനം നൽകുന്നത്. ഗൗതം അദാനിയും മകൻ കരൺ അദാനിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നതാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും വേദിയിലുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തിച്ചേരും. നേരത്തെ തയ്യാറാക്കിയ ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ സമയം 10:50 ഇപ്പോൾ അദ്ദേഹം ഉള്ളത് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗിലാണ്. 11 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡയസിലേക്ക് എത്തിച്ചേരുക എന്നാണ് ഔദ്യോഗിക സമയക്രമം. 11 മണി മുതൽ 11:02 വരെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കൽ, 11:02 മുതൽ 11:05 വരെ സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവൻ സംസാരിക്കും. 3 മിനിറ്റാണ് അദ്ദേഹത്തിനുള്ള സംസാരിക്കാനുള്ള സമയം. 11:05 മുതൽ 11:10 വരെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വേദിയിൽ സംസാരിക്കുക. 5 മിനിറ്റ് നേരം മുഖ്യമന്ത്രിയും പ്രസംഗിക്കും. അതിനുശേഷമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുക. തുടർന്ന് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രദർശനവും അവിടെ നടക്കും. അതിനുശേഷം 11:15 പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കും. 45 മിനിറ്റ് നേരമായിരിക്കും പ്രധാനമന്ത്രി പ്രസംഗിക്കുക. വളരെ പ്രധാനപ്പെട്ട, രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു പ്രസംഗമായിരിക്കും വിഴിഞ്ഞത്ത്, നമ്മുടെ വികസന കുതിപ്പിന്റെ ഇടമായ വിഴിഞ്ഞത്ത് ഇന്ന് പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മുടെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശവും എന്താകും എന്നത് ഈ വിഴിഞ്ഞത്തെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകും. 45 മിനിറ്റ് നീണ്ട ദീർഘമുള്ള പ്രസംഗം തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് നടത്താൻ പോകുക. 12 മണിയോടുകൂടി പരിപാടി അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങും എന്നാണ് സമയക്രമം. ഇതിനെ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമോ എന്നതൊക്കെ അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോർട്ട് ഓഫീസിൽ ഉണ്ട്. അവിടെ സന്ദർശിക്കുകയാണ്. തുറമുഖത്തിന്റെ വികസന പരിപാടികൾ പ്രധാനമന്ത്രി നേരിൽ വിലയിരുത്തുകയാണ്.